ഹലോ. 2 കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ താമസിക്കുന്നത്. ഒന്ന് എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി മാത്രം അപ്രോച്ച് ചെയ്യുന്നവര്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിലും ഏതിലും നെഗറ്റീവ് മാത്രം കണ്ടുപിടിക്കുന്നവര്. നമ്മൾ ഈ പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരുടെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം ഡേ ബൈ ഡേ സക്സസ് ആയിരിക്കും. അതുമാത്രമല്ല നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ അത് കൂടുകയും ചെയ്യും. എന്നാൽ നെഗറ്റീവ് അപ്രോച്ചുള്ള ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഒരുപാടുണ്ടാകും. മാത്രമല്ല നമ്മുടെ കോൺഫിഡൻസ് ലെവൽ അത് വളരെ താഴേക്ക് പോവുകയും ചെയ്യും. ഉദാഹരണത്തിന് നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു. യാദൃശ്ചികമായി നിങ്ങളുടെ പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തോട് നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ് ആശയത്തെപ്പറ്റി പറയുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഈവൻ അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയും നിങ്ങളുടെ ബിസിനസ് സക്സസ് ആകാൻ വേണ്ടി അദ്ദേഹം ബ്ലെസ് ചെയ്യുന്നു, വിഷ് ചെയ്യുന്നു. സോ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. പോകുന്ന വഴിക്ക് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്നു, ശരിയാണ്, ഞാൻ ഈ ബിസിനസ് ചെയ്ത് 100% ഞാൻ സക്സസ് ആകും, ഇത് വർക്കാകും. ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് സക്സസ് ആകുന്നു 100%. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ മീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് ഉള്ള ഒരു ഫ്രണ്ടിനെ ആണെങ്കിൽ അദ്ദേഹത്തോടാണ് നിങ്ങൾ ബിസിനസ് ഐഡിയാസിനെ കുറിച്ച് സംസാരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ആദ്യം ഉണ്ടാകുന്ന ഡൗട്ട്സ് ആയിരിക്കും. നീ ഇത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാവുമോ? അല്ലെങ്കിൽ ഇത് നന്നാക്കി കൊണ്ടുപോകാനുള്ള കേപ്പബിലിറ്റി നിനക്കുണ്ടോ? അല്ലെങ്കിൽ ഈ ബിസിനസ്സിന് ഇത്ര സാധ്യതകളുണ്ടോ? ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അദ്ദേഹം ആദ്യം ചോദിക്കുക. കുറച്ച് ഡൗട്ട്സൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കുറച്ച് ആശങ്കകളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ നിങ്ങളെ കൂടുതൽ താഴേക്ക് കൊണ്ടുപോകും. നിങ്ങൾ വിചാരിക്കും, ശരിയാണ് അവൻ പറഞ്ഞത്, ഞാനിത് ചെയ്താൽ ശരിയാവുമോ? അല്ലെങ്കിൽ ഈ ബിസിനസ് ഇന്ന് മാർക്കറ്റിൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ താഴേക്ക് പോകും. ചിലപ്പോൾ നിങ്ങൾ ആ ബിസിനസ് തുടങ്ങാതിരിക്കാനും മതി. ഈവൻ നിങ്ങൾ ഇനി തുടങ്ങിയാൽ പോലും നിങ്ങളുടെ ഉള്ളിലെ ഈ ആശങ്കകൾ കാരണം നിങ്ങൾക്ക് ചിലപ്പം ആ ബിസിനസ്സിൽ ശോഭിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് സ്റ്റെപ്പ് അവേ ഫ്രം ദ നെഗറ്റീവ് പീപ്പിൾ ആൻഡ് സ്റ്റേ വിത്ത് ദ പോസിറ്റീവ് പീപ്പിൾ. താങ്ക് യു.